ഇന്നലെ മെയ് 31 നമ്മുടെ അമ്മക്കുഞ്ഞിൻ്റെ ആണ്ടായിരുന്നു. ഇടവത്തിലെ അനിയൻ നക്ഷത്രം. പരശുരാമ ക്ഷേത്രത്തിലാണ് ഞാൻ ബലിയിട്ടത്. എല്ലാ ചടങ്ങും അവിടെ തന്നെയായിരുന്നു. അസ്ഥി ഒഴിക്കതും അവിടെ തന്നെയായിരുന്നു. ഒരു വർഷം പിന്നിട്ടെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. ഇപ്പോഴും കൂടെയുണ്ട്. അതിനുശേഷം ഞാൻ ബ്രഹ്മകുമാരിസിൽ പോയി. അവിടെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു. അന്ന് സ്പെഷ്യലായിട്ട് എൻ്റെ അമ്മക്കുഞ്ഞിൻ്റെ വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ അമ്മക്കുഞ്ഞിൻ്റെ ഇഷ്ടമുള്ള ഊഞ്ഞാലിരുന്നു. അവിടെ ഇരുന്നപ്പോൾ തന്നെ അമ്മയുടെ പ്രസൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മക്കുട്ടി എവിടെ ചെന്നാലും അമ്മ കൂടെ ഉണ്ട്. പിന്നെ അമ്മക്കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ പനീർ കറി, ചക്കപ്പുഴുക്ക്, കപ്പ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം അമ്മയുടെ അടുത്ത് പറഞ്ഞ പോലെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അടുപ്പിൽ ചോറ് ഉണ്ടാക്കണതാണ്. അതുണ്ടാക്കി, പായസം ഉണ്ടാക്കി, പപ്പടം, ബജ്ജി, എല്ലാം അമ്മക്കുഞ്ഞിന് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി. രാത്രി ഉറങ്ങിയിട്ടില്ല. രാത്രി തുടങ്ങി ഉള്ള പണിയാണ്. ഉച്ചയ്ക്ക് വീട്ടിൽ വരുന്നവർക്കൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റി. അമ്മക്കുഞ്ഞിന് ഞാൻ ഭോഗ് വെച്ചു, ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വെച്ചു. അമ്മ ഉള്ളപ്പോൾ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെന്നെ വലിയ ഭാഗ്യം. ബ്രദറെ ഇങ്ങോട്ട് നോക്കി. പിന്നെ അപ്പുറത്തെ വീട്ടിലെല്ലാവരും വന്നിരുന്നു. കുറച്ച് പേരൊക്കെ വന്നു. വിളിച്ചവരെല്ലാവരും വന്നില്ല, എന്നാലും വരേണ്ടവരൊക്കെ വന്നു. അത് സന്തോഷം. എൻ്റെ അമ്മക്കുഞ്ഞിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ രാത്രി ഞാൻ ഇസ്കോണിൽ പോകണ്ടായിരുന്നു. നമ്മുടെ പൂർണ്ണചന്ദ്രൻ എൻ്റെ ഇന്നലെ പൗർണമിയും കൂടിയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് അമ്പിളിമാമൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും അമ്പിളിമാമനെ കാണിച്ച് അമ്മേനെ സന്തോഷിപ്പിക്കാറുണ്ട്. ഇസ്കോണിൽ അന്ന് വൈകിട്ടും എല്ലായിടത്തും അന്നദാനത്തിന് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന തുക ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ നടന്നു. എൻ്റെ അമ്മക്കുഞ്ഞ് കൂടെ തന്നെ ഉണ്ട്. ഓം ശാന്തി.